ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലർക്കും ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഉള്ള അവബോധം കുറവായതുകൊണ്ട് തന്നെ ചില ലക്ഷണങ്ങളെല്ലാം നമ്മൾ അത്ര കാര്യമാക്കി എടുക്കാറില്ല. എന്തൊക്കെയാണ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ, ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് ആണ്. ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ആദ്യം മുതൽക്ക് പറഞ്ഞു തരാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയലാണ്. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും മറന്നു പോകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം പിന്നീട് അറിയില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 മാസം മുതൽ 1 കൊല്ലം വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറന്നു പോയിരുന്നതെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ പിന്നീട് പറഞ്ഞത് അപ്പം തന്നെ മറന്നു പോകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം മറന്നു പോകും. അത് പിന്നീട് മറ്റുള്ളവർ എടുത്തതാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം ഉണ്ടാവും, എന്നാരും നോക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ, ഒരു ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സ്വഭാവത്തിൽ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവും, അതേപോലെ സങ്കടം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. ഇനി തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ മറന്നു പോവും, പഴയ കാലത്ത് ഓർമ്മ കൂടുതലായിട്ട് വരും. അപ്പോൾ പഴയ കാലത്ത് ഓർമ്മ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവർക്ക് 20-30 കൊല്ലം മുമ്പേ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുകയും ചെയ്യും. ഇന്നലെ നടന്ന കാര്യങ്ങളോ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മയിലുണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ വരുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ പഠിച്ച കവിതകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച്, പണ്ട് ചെയ്തിരുന്ന ജോലികളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മകൾ കൂടുതലായിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് രാവിലെ ചെയ്തതോ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകളിലൊക്കെ കൂടുതലായിട്ടും കാണാനുള്ള ഒരു കാര്യമാണ് വീട് വിട്ട് ഇറങ്ങിപ്പോവുക. ഞാൻ എൻ്റെ വീട്ടിലല്ല, വേറെ വീട്ടിലാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചത് മറന്നു പോവുക, ഭക്ഷണം വീണ്ടും വീണ്ടും കഴിക്കുക, മലമൂത്ര വിസർജനത്തിലൊക്കെ അറിയാതെ പോവുക, അതായത് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക, ടോയ്ലറ്റ് പോകുന്ന വഴിക്ക് തന്നെ അറിയാതെ പോവുക, അല്ലെങ്കിൽ മലം അറിയാതെ പരിസരബോധം ഇല്ലാണ്ട് വിസർജനം ചെയ്യുന്നതെല്ലാം ഈ തേർഡ് സ്റ്റേജിലാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. ഈ സ്റ്റേജിൽ വരുമ്പോൾ കുട്ടികളെ, വീട്ടിലുള്ളവരൊക്കെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാവും. പിന്നെ വീട്ടിലുള്ളവരെ തന്നെ മരിച്ചുപോയ ആളുകളൊക്കെ ആയിട്ട് പറയും. അതായത് മക്കളെ കാണുമ്പോൾ ചിലപ്പോൾ പറയും ഇതെൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ്, അച്ഛനാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് പറയാറുന്നതൊക്കെ ഈ തേർഡ് സ്റ്റേജിൽ വരുമ്പോഴാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. പിന്നെ ഫോർത്ത് സ്റ്റേജിൽ വരുമ്പോൾ പഴയ ഓർമ്മയും കുറഞ്ഞു പോയിട്ട് ആൾക്ക് പഴയതും ഉണ്ടാവില്ല പുതിയതും ഉണ്ടാവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആളുടെ സംസാരശേഷി മെല്ലെ മെല്ലെ കുറഞ്ഞു പോകുന്നതാണ് ഡിമെൻഷ്യയിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള സിംറ്റംസ്. ഓക്കെ, സ്റ്റേജ് വൈസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞതാണ്. ഈ ഡിമെൻഷ്യ പലതരത്തിലുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അൽഷിമേഴ്സ് ഡിമെൻഷ്യ, പിന്നെ ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, അങ്ങനെ പല തരത്തിലുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ്